മാങ്കൂട്ടത്തിൽ കേസിലെ മൂന്നാം അതിജീവിത രംഗത്ത്. താനുമായുള്ള ചാറ്റ് ഫെന്നി പുറത്തുവിട്ടത് അതിജീവിതമാരെ ഭീഷണിപ്പെടുത്താനെന്ന് പരാതിക്കാരി റിപ്പോർട്ടിനോട് പറഞ്ഞു. അതിനിടെ അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ഫെന്നി നൈനാനെതിരെ എഫ്ഐആർ ഉള്ളത് ഗുരുതര പരാമർശങ്ങളാണ്. മൂന്നാം അതിജീവിതയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അഴിക്കുള്ളിലായതിനു പിന്നാലെയാണ് ഉറ്റ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫെന്നി നൈനാൻ അതിജീവിതയുമായുള്ള പഴയ ചാറ്റുകൾ പുറത്തുവിട്ടത്. ഇതിനെതിരെയാണ് അതിജീവിതയുടെ രോഷത്തോടുകൂടിയുള്ള പ്രതികരണം. ഇനി മുന്നോട്ട് വരാനിരിക്കുന്ന സ്ത്രീകളെ, പെൺകുട്ടികളെ എല്ലാവരെയും ഇതൊന്ന് കാണിച്ച് പേടിപ്പിക്കണം, നിശബ്ദതയിലാക്കണം എന്നുദ്ദേശിച്ചുകൊണ്ട് മാത്രം ഫെന്നി നൈനാൻ പുറത്തു വിട്ടിരുന്ന കുറച്ച് സ്ക്രീൻഷോട്ടുകളും. എന്തിനായിരുന്നു ഫെന്നിയോട് സംസാരിച്ചത് എന്നതിലും അതിജീവിത വ്യക്തത വരുത്തി. ഫെന്നിയോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതും, എനിക്ക് മിസ്കാരേജ് ഉണ്ടായതും, രാഹുൽ എന്റെ പ്രഗ്നൻസി ഡിനൈ ചെയ്തതും, എന്നെ സബ്ഷെയിം ചെയ്തതും, എന്നെ ബ്ലോക്ക് ചെയ്തു പോയതും, ഇതൊക്കെ എനിക്ക് വലിയൊരു പ്രശ്നമാണ്. എനിക്ക് രാഹുലിനോട് അതിഭീകരമായ ട്രോമ ബോണ്ടിൽ നിൽക്കുന്ന ഒരു സമയം കൂടെ ആയിരുന്നത്. അപ്പോ ഫെനിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഫെനി എന്നെ വളരെ ആശ്വസിപ്പിച്ചു, എന്നെ കംഫർട്ടബിൾ ആക്കി. പോട്ടെ, സാരിയില്ല എന്നൊക്കെ പറഞ്ഞു. ഇതാരോട് എനിക്ക് പറയരുത് എന്നെ അടുത്ത് ഫെനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടെ അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ ഫെന്നി നൈനാനെതിരെ പുറത്തിറക്കിയ എഫ്ഐആറിലുള്ളത് ഗുരുതര പരാമർശങ്ങൾ. ഫെന്നി അശ്ലീല പരാമർശം നടത്തിയെന്നും അതിജീവിതയുടെ സ്ത്രീത്വത്തിന് അപമാനമുണ്ടാക്കിയെന്നും പരാമർശങ്ങളുണ്ട്. അതേസമയം താൻ വ്യക്തി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്നും തനിക്കെതിരായ പോലീസ് നടപടി ഒഴിവാക്കണം എന്നും ആവശ്യപ്പെട്ട് ഫെന്നി നൈനാൻ ഹൈക്കോടതിയെ സമീപിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.